സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ദർശനെയാണ്. അപ്പൊ ദർശൻ നിന്ന് പൊളിച്ചടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ജഡ്ജിന്റെ ആണെങ്കിൽ കിളി പോയി കണ്ടപ്പോ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് നമ്മുടെ വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ എത്തിയിരിക്കുന്നത് കണ്ടപ്പോഴേ പോയി. പിന്നെ ആ കൂട്ടത്തിലെ വേദി അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് എന്താ പറയാ, ജാമ്യം നൽകാത്ത ഒരു അല്ലെങ്കിൽ ജാമ്യം നൽകാൻ പറ്റാത്തൊരു കുറ്റമല്ല വിക്രം ചെയ്തത് കൊണ്ട് വിക്രത്തിന് ജാമ്യം അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് ദർശൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ദേണ്ട അപ്പുറത്തിരുന്ന പ്രോസിക്യൂട്ടർ എണീറ്റു. ഒബ്ജക്ഷൻ യുവർ ഓണർ, ഒബ്ജക്ടർ സസ്റ്റെയിൻ എന്ന് പറഞ്ഞു. അതെ, 8ഓളം ക്രിമിനൽ കേസുകൾ ദേണ്ട കാഞ്ഞിരംകുളം സ്റ്റേഷനില് ഈ വിക്രത്തിന്റെ പേരിലുണ്ട് എന്ന് പറഞ്ഞു. അതെ, അബ്സല്യൂട്ട്ലി റോങ്. പ്രതിക്കെതിരെ 3-4 പെറ്റി കേസ് ഉണ്ട് എന്നല്ല കുറ്റം ഒന്നുപോലും ഇതുവരെയും ആ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല യുവർ ഓണർ എന്ന് ദർശൻ ഇങ്ങനെ വാദിക്കുകയാണ്. അത് പരിശോധിക്കാവുന്നതാണ്. 3 വർഷത്തിനിടെ പ്രതിക്കെതിരെ കാഞ്ഞിരംകുളം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 4 കേസുകളുടെ പട്ടികയാണ്. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിനാണ് കഴിഞ്ഞ 3 തവണയും പ്രതി പിടിക്കപ്പെട്ടിട്ടുള്ളതും പെറ്റിയടച്ചിട്ടുള്ളതും. പെറ്റിയടച്ച് പറഞ്ഞു വിട്ടതിന്റെ രസീതും അതിൽ കാണാവുന്നതാണ്. അപ്പൊ വക്കീലെ, ഒരു ഉറുമ്പിനെ പോലും നോയിക്കാത്ത പിന്നെ തന്റെ കക്ഷി എങ്ങനെയാണ് ഈ പറയുന്ന വിക്രം എന്ന് പറയുന്ന വ്യക്തി ഈ കേസിൽ പ്രതിയായത്? അപ്പൊ വേഗം തന്നെ പ്രോസിക്യൂട്ടർ എണീറ്റിട്ട്, അതെ, ഈ പ്രതി വധിക്കാൻ ശ്രമിച്ച ആ കക്ഷി ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കോടതിയിൽ എത്തിയിട്ടുണ്ട്. യെസ് പ്രൊസീഡ്, മുരളി നെല്ലിമൂട് എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പൊ ഇദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു. ആ രാഷ്ട്രീയക്കാരൻ വന്നിട്ട് അയാളെ കോടതി മുറിയില് എന്താ പറയാ വിസ്താരത്തിനായിട്ട് കയറ്റി നിർത്തി. കോടതി മുമ്പിൽ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞു സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിച്ചു. നെല്ലിമൂട് അല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ പ്രവർത്തകനാണ് സർ എന്ന് പറഞ്ഞു. ശരി, ഈ നിൽക്കുന്ന ആളെ അറിയാമോ എന്ന് ചോദിച്ചു. വിക്രത്തെ കാട്ടിക്കൊടുത്തിട്ട്, അറിയാം, കണ്ടിട്ടുണ്ട്. എങ്ങനെ അറിയാം? 2024 ജനുവരിയിൽ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ സംഘം ചേർന്ന് ആക്രമിക്കുകയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു മുരളിയുടെ അഭിപ്രായം കേട്ടോ. അപ്പം പ്രോസിക്യൂട്ടർ ഇങ്ങനെ നോക്കി, 2024 ജനുവരി 24 മുതൽ 26 വരെ എന്റെ കക്ഷി ആശുപത്രിയിലായിരുന്നു എന്നുള്ള കോടതി രേഖ സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അങ്ങനെ ഒരു ആക്രമണം നടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഡോക്ടറുടെയും നേഴ്സുമാരുടെയും ആശുപത്രി കിടന്നവരുടെയും മൊഴിപ്പകർപ്പുകൾ കോടതി മുമ്പായി ഹാജരാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിഭാഗം വക്കീല് അവരെ വേണേ വിസ്തരിക്കാവുന്നതാണ് എന്ന് ദർശനോട് പറഞ്ഞു. യുവർ ഓണർ, കുറെ നുണകളുടെയും വാസ്തവവിരുദ്ധമായ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും യുവർ ഓണർ എന്ന് പറഞ്ഞു. 2024 ജനുവരിയിൽ നടന്ന കേസ് അന്ന് പരാതി കൊടുക്കാതെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ പരാതി കൊടുക്കുന്നതിൽ തന്നെ കാര്യമായ ദുരുദ്ദേശമുണ്ട് എന്ന് കരുതേണ്ടി വരും എന്ന് പറഞ്ഞു. അല്ല, അതല്ല യുവർ ഓണർ, ആ സംഭവത്തിനു ശേഷം പ്രതിയുടെ തുടർച്ചയായ ഭീഷണി താൻ കൊല്ലപ്പെടുമെന്നുള്ള ഭയവും എന്റെ കക്ഷിയെ പരാതി കൊടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു യുവർ ഓണർ എന്നായിരുന്നു അടുത്ത വാദം. അതിനുശേഷം പ്രതി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് പിറ്റേ ദിവസം താങ്കളുടെ കക്ഷിയുടെ ഭയം ഇല്ലാതാവുകയും പരാതി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു അല്ലേ പ്രോസിക്യൂട്ടർ എന്ന് ചോദിച്ചു ദർശൻ. അപ്പൊ ഇയാള് തലകുനിഞ്ഞ് നിൽക്കുകയാണ്, ചമ്മി നാണം കെട്ട പോലത്തെ അവസ്ഥയില്. അപ്പൊ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ നോക്കുകയാണ് വക്കീല്, അല്ല നമ്മുടെ ജഡ്ജ് വേദന കേട്ടോ. വേദ ഇങ്ങനെ അഭിമാനത്തോടെ ഒരു ചിരിയൊക്കെ ചിരിച്ചിരിക്കുകയാണ്. യുവർ ഓണർ, ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചവർക്കെതിരെ എന്റെ കക്ഷിക്ക് പരാതി ഇല്ലാത്തടത്തോളം ആ ഡീറ്റെയിൽസിലേക്ക് തൽക്കാലം കിടക്കുന്നില്ല. ജനുവരി 24 മുതൽ 26 വരെ സിറ്റി ഹോസ്പിറ്റൽ പരാതിക്കാരനായ മുരളി നെല്ലിമൂട് കിടന്ന ആ കൂടത്തിൽ ആ റൂമിൽ ഒരു ആക്രമണവും നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള CCTV ഫുട്ടേജ് കോടതി മുൻപാകെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദർശൻ ആ ഒരു CCTVയുടെ ഫുട്ടേജ് നേരെ കോടതിയിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ വിക്രത്തിന് ഒരു ആശ്വാസമൊക്കെ വന്നു, ആൾക്കൊരു സമാധാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ കോടതിയിൽ അറിയിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. 2024 ജനുവരി 24 ഒരു ന്യൂസ് പേപ്പറാണ് സർ. ഈ ന്യൂസ് പേപ്പറിൽ ഒരു വാർത്തയുണ്ട്. KCPയുടെയും പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടിയുടെയും സംഘാടകർ തമ്മിൽ മാർച്ചിൽ സംഘർഷമുണ്ടായി എന്നും
PPP പ്രവർത്തകന്റെ അടിയത്ത് ACC പ്രവർത്തകനായ മുരളി നെല്ലിമൂട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു എന്നാണ് സർ ആ വാർത്ത. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണെങ്കിലും സാറിന് മനസ്സിലാവും. ആ അടിയിൽ പരിക്കേട്ട് പ്രോഗ്രസീവ് പാർട്ടിയുടെ അനുയായിയായ വിക്രം സുധാകരനും ജില്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ വിവരവും ആ വാർത്തയിൽ കാണാം സാർ. ആ പത്രം ഞാൻ കോടതി മുമ്പാകെ ഹാജരാക്കാണ് എന്ന് പറഞ്ഞാൽ അതും കൊണ്ടുപോയി ദർശൻ അങ്ങോട്ടേക്ക് കൊടുത്തു. പിന്നെ ഒരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയായി. അതെ, ഇത് വെറുതെ ഒരു ഗുണ്ടാ ആക്രമണമായി ചിത്രീകരിച്ച് എന്റെ കക്ഷിയെ ആന്റി സോഷ്യലായി മുദ്ര കുത്താനുള്ള പോലീസിന്റെ ആസൂത്രിതമായ ശ്രമമാണ് കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഈ അറസ്റ്റ്. അതുകൊണ്ട് യുവറോണർ അപ്പം നിന്ന് വെള്ളം കുടിക്കുകയാണ് ഇരുന്ന് എല്ലാവരും. മാത്രമല്ല ആന്റി സോഷ്യൽ ആക്ടിവിറ്റി പ്രിവെൻഷൻ പ്രകാരം ഒരാളെ ആ നിയമത്തിന്റെ പരിധിയിൽ ചുമത്തി ശിക്ഷിക്കണമെങ്കിൽ ആ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു തീയതിക്കുള്ളിൽ കുറഞ്ഞത് ഒരു 7 വർഷം മുന്നേ തൊട്ട് അയാൾക്ക് ഒരു ബന്ധപ്പെട്ട കേസിൽ ഒരെണ്ണത്തിലെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാളായിരിക്കണം എന്ന നിബന്ധനയുണ്ട് യുവറോണർ എന്ന് പറഞ്ഞു. അതൊക്കെ അറിയാം. എന്റെ കക്ഷിക്ക് പക്ഷേ അത്തരം ഒരു ശിക്ഷയും ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ എന്റെ കക്ഷിക്ക് തികച്ചും മനുഷ്യത്വരഹിതമായ പോലീസിന്റെ ഈ നടപടി കോടതി തിരിച്ചറിയണമെന്നും എന്റെ കക്ഷിക്ക് ജാമ്യം നൽകണമെന്നും ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. താങ്ക്സ് ഓൾ യുവർ ഓണർ എന്ന് പറഞ്ഞ് ദർശൻ അപ്പുറത്തേക്ക് മാറിയിരുന്നു. പ്രോസിക്യൂട്ടറുടെ വായു അടഞ്ഞു കേട്ടോ. അബു സാറും ശ്രീകാന്തും ഒക്കെ ഇങ്ങനെ ഇരുന്ന് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചിരിക്കുകയാണ് എന്ന് പറയാം. എല്ലാം പൊളിച്ചടുക്കി. അപ്പൊ വേദയുടെ മുഖത്തേക്ക് വളരെ ദയനീയമായി നോക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ജഡ്ജിന് വേറെ നിവൃത്തിയൊന്നുമില്ല, വെയിൽ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ദർശന്റെ മുഖത്ത് ഒരു സന്തോഷമൊക്കെ വന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. അപ്പൊ വേദയുടെ മുഖത്തേക്ക് ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കുകയാണ് കേട്ടോ. ശരിക്കും വിക്രത്തിന് കോർട്ട് അഡ്ജേൺ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ നമ്മുടെ ജഡ്ജും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ വേദയും വിക്രവും മുഖത്തോട് മുഖം നോക്കി ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ എന്താ സ്നേഹമാണോ എന്നൊന്നും അറിയില്ല. കണ്ണോട് കണ്ണ് നോക്കി ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ രാധയ്ക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി. രാധ എഴുന്നേറ്റ് നോക്കുമ്പോ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കാണ്. ആൾക്ക് അത്ര സൂചനയും ഇല്ല കേട്ടോ. വിക്രത്തിനെയല്ലേ നോക്കുന്നത്, അതുകൊണ്ടാണ് ഒട്ടും സുഖിക്കാഞ്ഞത്. പിന്നെ എല്ലാവരോടും അങ്ങോട്ടേക്ക് പുറത്തിറങ്ങി വന്നു. അപ്പൊ ചായ വാങ്ങിച്ചു കൊടുക്കുവാണ് രാജേട്ടൻ. ഷോ, വേദ കൃത്യസമയത്ത് വന്നു. അല്ലെങ്കിലുണ്ടല്ലോ വിക്രത്തെ എന്താണെങ്കിലും ആ പ്രോസിക്യൂട്ടർ ജയിലിലേക്ക് അയച്ചേനെ. ചേച്ചി കൊണ്ടുവന്ന വക്കീലുണ്ടല്ലോ എന്താണെങ്കിലും പൊളിച്ചു. അതെ, എന്തൊരു പോയിന്റ് ആയിരുന്നോ, എഴുന്നേറ്റ് ഒന്ന് വീസിലടിക്കാൻ തോന്നി എന്ന് അനിയൻകൂട്ടനും ജോസൊക്കെ പറയാണ്. എന്താണേലും ചേച്ചിക്ക് അറിയാവുന്നത് നന്നായി. എന്താ അയാളുടെ പേര് എന്ന് ചോദിക്കുകയാണ് രാജേട്ടൻ. ദർശൻ എന്ന് പറഞ്ഞു. ദർശനുമായിട്ടായിരുന്നു എന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ അതിശയത്തോടെ നിൽക്കാം കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായ മറ്റൊരാളുണ്ട്, രാധ. വേഗം അങ്ങോട്ടേക്ക് വന്നിട്ട്, ഈശ്വര ശരിക്കും എന്തേ എന്ന് ചോദിച്ചോ. എടി നീ എന്തൊരു മണ്ടിയാ എന്റെ മോളെ എന്ന് ചോദിക്കുകയാണ്. അത്രയും വലിയ വക്കീലിനെ വിട്ടിട്ടാണോ നീ ഈ ഓട്ടക്കാലനെ പുറകെ നടക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ, അതുകൊണ്ടൊന്ന് ചോദിച്ചതാണേ. കുട്ടിയുമായുള്ള വിവാഹം മുടങ്ങിയിട്ടും അത് കാര്യമാക്കാതെ വക്കീല് കേസ് നടത്താൻ തയ്യാറായില്ലേ. വലിയ മനസ്സുള്ള മനുഷ്യർക്ക് മാത്രമേ അത് പറ്റൂ. അയാൾ ശരിക്കും നല്ലയാളാ മോളെ. അതെ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എന്റെ അച്ഛൻ ജഡ്ജി ആയിരിക്കുന്ന കോടതിയാണെന്ന് അറിഞ്ഞിട്ടും ദർശൻ വരുമായിരുന്നില്ല. അപ്പൊ ഇവരിങ്ങനെ പരസ്പരം നോക്കുകയാണ്. ഇതെന്താ ഈ പറയണത്? എന്താ പറഞ്ഞത്? ആ കോടതിയിലെ ജസ്റ്റിസ് എന്റെ അച്ഛനായിരുന്നു, ശങ്കർ നാരായണൻ. ഇവർക്കത് അറിയില്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാ അതറിയാഞ്ഞിട്ടും അറിഞ്ഞിട്ടും ഞാൻ സഹായം ചോദിച്ചപ്പോ അത് സഹായം ചെയ്തു തരാൻ മനസ്സോടെ വന്ന ആളാണ് ദർശൻ. ദർശനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്ര നല്ല മനുഷ്യന്റെ വിട്ടിട്ട് ഒരു താലിയുടെ പേരില് എന്തിനാ വെറുതെ നീ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ മതി നിർത്ത എന്ന് പറഞ്ഞു രാധയോട്. വീണ്ടും വീണ്ടും നീ എന്തിനാ ഇതേ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതായിരുന്നു എന്റെ തീരുമാനം, അത്രേ ഉള്ളൂ, മനസ്സിലായോ? വാടഞ്ഞു കേട്ടോ. അപ്പൊ വിക്രത്തിനെ കൂട്ടി ദർശൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. വിക്രം അടിപൊളി, സൂപ്പർഡാ. സത്യം പറഞ്ഞാല് വിക്രത്തിന് ഒരു തന്ത് വക്കീൽ സാറാണ്. വക്കീൽ സാറിനോടാ നന്ദി പറയേണ്ടത്. വക്കീൽ സാറിന് അത്രയും വേദ ചേച്ചിയോട് ഇഷ്ടവും അടുപ്പവും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ എന്ന് അനിയൻകൂട്ടൻ ഇങ്ങനെ പറയാണ് കേട്ടോ. അതെ ദർശൻ, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല വേദ. ഒരാവശ്യം വന്നപ്പോ ധനിക്കെന്നെ ഒന്ന് വിളിക്കാനെങ്കിലും തോന്നിയല്ലോ. തന്നെ സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ദർശൻ ഇങ്ങനെ വേദയോട് പറയാണ്. അപ്പൊ ഇവരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വിക്രത്തിന് എപ്പോഴാണ് കുറ്റബോധമുണ്ട് എന്ന് പറയാം. അപ്പൊ വിക്രം,
വേദയെ പോലെ ഒരു കുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് വിക്രം, അങ്ങനെ വേണം കരുതാൻ എന്ന് പറഞ്ഞു. അപ്പൊ വിക്രത്തിന് ഇങ്ങനെ നോക്കിക്കാട്ടോ. ഷീസ് എ ജം എന്ന് പറഞ്ഞു. ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കണം നീ, ഒരിക്കലും വിട്ട് കളയരുത് എന്ന് വിക്രത്തിനോട് ഇങ്ങനെ വളരെ ദയനീയമായിട്ടാണ് നമ്മുടെ എന്താ പറയാ ദർശൻ പറയുന്നത് കേട്ടോ. അപ്പൊ വിക്രം ഇങ്ങനെ ദയനീയമായിട്ട് വേദയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. താൻ എത്ര വലിയ മഹാപാപമാണ് ചെയ്തത്, നല്ലൊരു പെൺകുട്ടി, അപ്പൊ തനിക്ക് ഒരിക്കലും യോജിക്കാൻ പോലും പറ്റാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചല്ലോ എന്ന് ഓർത്തപ്പോ എന്തോ ഒരു കുറ്റബോധം പോലെ വേദ എന്നാ വരട്ടെ എന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ദർശൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പം വേദ അടുത്തേക്ക് ചെന്നു. വിക്രത്തിന്റെ പോലീസ് ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? ഓ എന്ന് ചോദിച്ചു. അപ്പൊ വേദയുടെ മുഖത്ത് എന്തോ നോക്കാൻ ഒരു മടി പോലെ ആൾ അങ്ങ് തിരിഞ്ഞു നിൽക്കുവാണ്. കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എന്തു പറ്റി, എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടുന്നില്ല വിക്രം. വിക്രം ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട്, അതെ എന്നെ വിട്ടേക്ക്, നീ എനിക്കറിയില്ല, ശരിക്കും കുപ്പയാണ് ഞാൻ, നിന്നെ പോലെ ഒരു ജമ്മുവായിട്ട് ഞാൻ സെറ്റാവില്ല, പ്ലീസ് എന്നെ വിട്ടേക്ക്, നീ പോ എന്ന് വേദയോടെ ഇങ്ങനെ മുഖം തിരിച്ചു പിടിച്ചാ പറയണത്. ദേഷ്യത്തോടെയൊന്നും ആയിരുന്നില്ല, എന്തോ ഒരു സഹതാപോ സങ്കടമോ ഉള്ളിനുള്ളിൽ ഒരു വേദനയോ ഒക്കെ പോലെയാണ് വിക്രത്തിന്റെ ആ പറച്ചില്. അപ്പൊ വേദ കുറച്ചു നേരം ഒന്ന് നോക്കി നിന്നു. എന്നിട്ട് നമ്മുടെ വിക്രത്തിന്റെ കയ്യിലേക്ക് കയറി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. കയറി പിടിച്ചപ്പോഴത്തേനും വിക്രം ഒന്നും മിണ്ടിയില്ല. അപ്പൊ വേഗം തന്നെ നമ്മുടെ രാജേട്ടൻ പറയണ, ജോസഫേ എടാ വേഗം തന്നെ ആ വണ്ടിയുടെ ചാവി അങ്ങ് കൊടുക്കടാ എന്ന് പറഞ്ഞു. അപ്പൊ മോളെ നീ ഇവന്റെ കൂടെ പോയിക്കോ, ഞങ്ങൾ വന്നോളാം, ചെല്ലു വിക്രം. അപ്പൊ വണ്ടിയുടെ ചാവിയും മേടിച്ച് വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് വേദ അങ്ങ് പോയി. അപ്പൊ രാധ ശരിക്കും ശശിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുപോലെ വേദയുടെ കൂടെ വിക്രം അങ്ങ് പോവുകയും ചെയ്തു. അപ്പൊ വിക്രത്തിന്റെ പുറകെ ഇരുന്ന് പോകുന്നത് ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ വേദ പോണത്. ഭയങ്കര സന്തോഷം. ആള് പതുക്കെ ഷോൾഡറിൽ ഇങ്ങനെ കൈയൊക്കെ എടുത്തു വെച്ചു. അപ്പൊ ഇത് വിക്രം ഒന്ന് ശ്രദ്ധിച്ചു. പിന്നെ അങ്ങനെ ചെന്നപ്പോഴത്തേനും ഒരു ഹമ്പ് അങ്ങ് ചാടുകയാണ്. ചാടിയപ്പോഴത്തേനും വേഗം തന്നെ വിക്രത്തിനെ കെട്ടിപ്പിടിച്ചു കേട്ടോ. അപ്പൊ വിക്രം വേഗം നിർത്തിയിട്ട് ദേഷ്യം വന്ന പോലെ വേഗം കൈയൊക്കെ അങ്ങ് മാറ്റിയിട്ട് വീണ്ടും അങ്ങ് പോയി. പിന്നെ നമ്മൾ കാണുന്നത് ജസ്റ്റിസിന്റെ വീട്ടിലാണ്. ക്രൂശിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്താലും നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും വന്നാല അവനിതേ പോലീസ് അറസ്റ്റ് ചെയ്ത് എന്റെ മുന്നിൽ കൊണ്ടുവന്ന പ്രതിയായിട്ട് അവനെ കൊണ്ടുവന്നത്. അവൻ എന്റെ മുന്നിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങിപ്പോയി ദർശൻ എന്ന് ദർശനോട് ഇങ്ങനെ പറയാണ്. അപ്പൊ ദർശനും ശ്രീകാന്തും വർഷയും ജഡ്ജും ശങ്കർ നാരായണനും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാത്തിനും കാരണം നീ കയറി വന്നത് മാത്രാണ്. കാപ്പ നിയമം ചുമത്തേണ്ട ഒരു തെറ്റും അയാൾ ചെയ്തിട്ടില്ലല്ലോ അങ്കളെ എന്ന് ചോദിച്ചു. നമ്മള് അതുകൂടി നോക്കണ്ടേ? ഈ നീതി നിയമവും നീ എന്നെ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ ഉടനെ, എന്റെ മകളുടെ കഴുത്തിൽ അവൻ ബലമായി താല കെട്ടിയത് ഏതു വകുപ്പിലാണ് നീ പറ? മിനിമം 6 മാസത്തേക്കെങ്കിലും അവന് അകത്ത് കിടന്നേനെ. ആ സമയം കൊണ്ട് നമുക്ക് വേദിയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനും കഴിഞ്ഞേനെ. നീ ആയിട്ടാ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞത്. അവനെ ഇങ്ങനെ ഒരു കേസിൽ പെടുത്തി കെട്ടാൻ ഞങ്ങൾ എത്ര ശ്രമിച്ചു എന്ന് നിനക്ക് അറിയോ ദർശൻ? എങ്ങനെയെങ്കിലും വേദയെ അവനിൽ നിന്ന് അകറ്റി നിന്റെ അടുത്തേക്ക് എത്തിക്കാനാ ഈ പണിയല്ലേ എടുത്തത്. എന്നിട്ടിപ്പൊ കളഞ്ഞു കുളിച്ചില്ലേ എന്ന് വർഷയും ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രീകാന്തം. വേദ പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് നിനക്ക് തന്നെ പാര വെക്കുന്നത് പോലെ ആയിപ്പോയില്ലേ. വേദയെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് സത്യത്തിൽ നീയാണ് കോടതിയിൽ മണ്ടനായത്. അവള് പൊടിയും തട്ടിപ്പോയപ്പോ നിനക്ക് സമാധാനമായല്ലോ. ചേച്ചി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. നിങ്ങളൊക്കെ മനഃപൂർവ്വം അപമാനിക്കണം എന്ന് കരുതി കേസ് ഏറ്റെടുത്തതാണോ? അല്ലല്ലോ. പിന്നെ നീ എന്തിനാ ചെയ്തത്? വേദയ്ക്ക് വേണ്ടിയിട്ട്, അവക്ക് വേണ്ടിയിട്ടാ ഞാൻ ചെയ്തത്. വേദയെ എനിക്ക് കാലങ്ങളായിട്ട് അറിയാം. അവൾ ഒരു സഹായം ചോദിച്ചാല് എനിക്ക് നിരസിക്കാനാവില്ല. അതിന് വിക്രം എങ്ങനെയുള്ളവനാണെന്ന് നോക്കേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സഹായിച്ചത്. വേദ പറഞ്ഞു, ഞാൻ അതങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനിയും വേദ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്യും. അത് അവസാനം നിനക്ക് തന്നെയാവും എതിരാവും കേട്ടോ ദർശൻ. നീ മിണ്ടാതിരുന്നെങ്കിൽ അവൻ ഇന്ന് ജയിലിലായനെ. അവളായിട്ടുള്ള നിന്റെ വിവാഹവും നടന്നേനെ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് എന്ന് ചോദിച്ചു ദർശൻ. വേദയ്ക്ക് താല്പര്യമില്ലാതെ ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ ഞാനും വിക്രവും തമ്മിൽ എന്താ വ്യത്യാസങ്ങളെ പറയ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് മിണ്ടുന്നില്ല. ആരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബുദ്ധിയില്ലാത്ത അവൻ ചെയ്ത അതേ കാര്യം ബുദ്ധിയുള്ള ഈ ഞാനും ചെയ്യണം എന്നാണോ പറയണത്? അങ്കൾ, ബലം പ്രയോഗിച്ചും അധികാരം ഉപയോഗിച്ചും ഒന്നും നേടിയെടുക്കാൻ വല്ല ബൊമ്മ മറ്റോ ആണോ വേദ? പറയങ്കൾ, എന്താ നിങ്ങൾ പറയാത്തത്? അവൾക്ക് ശരിയെന്നും ന്യായമെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അവൾ ചെയ്യട്ടെ, അതിൽ തെറ്റൊന്നും വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം വേദ ഇപ്പൊ ഒരു തെറ്റു മാത്രമേ ചെയ്യൂ. വിക്രമിന്റെ വീട്ടിൽ ആ വീട്ടുകാർക്ക് താല്പര്യമില്ല എന്നറിഞ്ഞുകൊണ്ടും ബലമായി താമസിക്കുന്നു.
ആ ഒരു തെറ്റ് അവള് ചെയ്യുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവള് ആ തെറ്റ് മനസ്സിലാക്കും. അമ്മയും മുത്തശ്ശിയും ഞാനും നീയും എല്ലാം പറഞ്ഞില്ലേ, ഇനിയും അവളെ സ്വയം മനസ്സിലാക്കൂന്നാണോ നീ പറയണത്? എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാ ഇഷ്ടം. വേദം തിരിച്ചു വരും ശ്രീകാന്തേ, ഉറപ്പായിട്ട് വരും ശ്രീയേട്ടാ എന്ന് പറഞ്ഞു. എനിക്ക് എന്റെ സ്നേഹത്തിൽ വിശ്വാസമുണ്ട്. മതി നിർത്ത് എന്ന് പറഞ്ഞു ചാടി എഴുന്നേറ്റു ജസ്റ്റിസ്. ഒരുത്തിക്ക് ആരോ കിട്ടിയ താലിയിൽ അതിഭയങ്കര വിശ്വാസം, ഇത് വേറൊരുത്തന് അവളിലുള്ള സ്നേഹത്തിൽ അതിലും വലിയ വിശ്വാസം. എനിക്കറിയില്ല, ഇതിലും വലിയ വിഡ്ഢികൾ ഈ ലോകത്ത് വേറെ എവിടെ കാണാൻ പറ്റും എന്ന് ചോദിച്ച് ജസ്റ്റിസ് ആകെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോവാണ് കേട്ടോ. അപ്പൊ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീനിവാസൻ സാറിന്റെ പത്രസമ്മേളനമാണ്. അപ്പൊ അതേണ്ട പത്രക്കാരെല്ലാം വന്നിരിപ്പുണ്ട്. ആളങ്ങനോട്ട് വന്നിരുന്നു, ചോദിക്കാണ് എല്ലാവരോടും ഓരോരുത്തരായിട്ട് എന്താ നിങ്ങൾക്ക് അറിയാനുള്ളത്? വളരെ പെട്ടെന്നാണ് പീപ്പിൾസ് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലേക്ക് താങ്കൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലാ കമ്മിറ്റിയിൽ പോലും സ്ഥാനമില്ലാതിരുന്നിട്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു അട്ടിമറി കണക്കാകാമോ? അതെല്ലാം നിങ്ങളുടെ പത്രക്കാരുടെ പ്രയോഗമല്ലേ? അതെ, പ്രോഗ്രസ് പീപ്പിൾസ് പാർട്ടിക്ക് പാർട്ടിയുടേതായ ചില ക്രമങ്ങളും നയങ്ങളും ഒക്കെ ഉണ്ട്. ഇത്രയും കാലം ഒരു സ്ഥാനമില്ലാതെ വെറും ഒരു പ്രവർത്തകനും മാത്രമായി കഴിഞ്ഞതല്ലേ? വലിയ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ പ്രാപ്തനാണെന്ന് പാർട്ടിക്ക് തോന്നിക്കാണും. എന്താ പറയാ, വരുന്ന ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റ് ആവുമോ? അത് ഇപ്പോഴത്തെ സ്ഥാനത്തിന് താൻ ഒരു തടസ്സമാവുമോ? പാർട്ടി നിശ്ചയിക്കും. അത് ഏത് പദവിയാണേലും അങ്ങനെ ഒരു അവസരം നിന്നാൽ എന്തിനായിരിക്കും മുൻതൂക്കം? പ്രകടന പത്രികയും അതിന്റെ ഇതൊക്കെ നിശ്ചയിക്കുന്നത് പാർട്ടിയാണ്. സഖാവ് പിള്ളയുടെ ചേച്ചിയുടെ മകളുടെ വിവാഹം മുടക്കി തിരിച്ചു കൊണ്ടുവന്നതിനുള്ള സമ്മാനമാണ് ഈ സ്ഥാനലബ്ധി കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയാനല്ല, പാർട്ടിക്ക് പറയാനുള്ളത് നിങ്ങളെ കേൾപ്പിക്കാനാണ് എന്നെ നിയോഗിച്ചത്. പാർട്ടിയെ കൊട്ടിപ്പിടുക്കാൻ ശ്രീനിവാസൻ ഗുണ്ടകളെ എന്താ പറയാ കൂടെ വെച്ചിട്ടുണ്ടെന്നാണല്ലോ കേൾക്കുന്നത് എന്ന് ചോദിച്ചു. അത് റൂമറല്ലേ, അതിപ്പോ ഞാൻ എന്ത് മറുപടി പറയാൻ എന്ന് ചോദിച്ചു. അല്ല, ശ്രീനിവാസനെ പണ്ട് ഗുണ്ടായുസമായിരുന്നോ, അതിനുശേഷം ആണ് പാർട്ടിയിലേക്ക് വന്നത് എന്നൊക്കെ ഉണ്ടല്ലോ. അല്ല, എന്നെ എന്താണെങ്കിലും ഈ മോശമായിട്ട് കെടുത്തി കാട്ടിയത് ഇതേ പാർട്ടിയല്ലേ? പിന്നെ മുഖ്യമന്ത്രിനെ പെണ്ണ് കേസിൽ പെടുത്തിയതും അങ്ങനെ തന്നെയല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവും എന്ന് അയച്ച ആ ഗുണ്ട എന്താ പറയാ ബലമായിട്ട് ജസ്റ്റിസ് ശങ്കർ നാരായണന്റെ മകളുടെ കഴുത്തിൽ താലി കിട്ടിയെന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അതുപോലൊരു വീഡിയോയും പകരുന്നുണ്ട്. അതിന്റെ പിന്നിൽ നിങ്ങളാണോ എന്ന് ചോദിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ജസ്റ്റിസ് പരാതി കൊടുത്തില്ല? അങ്ങനെ വിവാഹം നടന്നിട്ടില്ലെന്നാണോ? അന്ന് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റിസിന്റെ മകൾ വേദയും പാർട്ടിയുടെ അനുയായിയുമായ വിക്രം സുധാകരനും തമ്മിൽ ഒരടുപ്പത്തിലായിരുന്നു. ആ വിവാഹത്തെ ജസ്റ്റിസ് എതിർത്തു. മകൾ അവൾക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരനെ വീട്ടുകാരെതിർത്ത് കല്യാണം കഴിച്ചു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അത് നാട്ടിൽ നടക്കാത്ത കാര്യമാണോ? അവരിപ്പോ സുഖമായി ജീവിക്കുന്നു. പക്ഷെ ഗുണ്ട ആക്ട് പ്രകാരം വിക്രമിനെ അറസ്റ്റ് ചെയ്തല്ലോ. അങ്ങനെ ഒരാളെ ഒരു ജസ്റ്റിസിന്റെ മകൾ വിവാഹം കഴിക്കുവോ? അനിയ പ്രേമത്തിന് കണ്ണില്ല എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? അനിയനൊന്ന് പ്രേമിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് വിക്രമിനെതിരെ മനഃപൂർവ്വം കേസെടുത്തതാണ്. തന്റെ കോടതിയിലെത്തിയാൽ വിക്രമിനെ ജയിലിലടയ്ക്കാനായിരുന്നു ജസ്റ്റിസ് ശങ്കർ നാരായണന്റെ നീക്കം. അയാളുടെ മകള് തന്നെ ദർശൻ എന്ന ബന്ധുമായ വക്കീലിനെ വെച്ച് വിക്രത്തിനെ രക്ഷിച്ചു. എന്താ അതിനർത്ഥം? പ്രേമത്തിന് വേണ്ടിയിട്ട് പ്രേമിക്കുന്നവർ ഏതറ്റം വരെയും പോവും. ലവ് ഇസ് ഡിഫൈൻ അല്ലേ? ശ്രീനിവാസ സാർ, മറ്റൊരു കാര്യം, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി നിങ്ങൾ കാണണമെന്ന് തോന്നുമ്പോൾ ആവാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങോട്ടേക്ക് പോയി കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് കമലേനെയാണ്. അപ്പൊ കമല കരഞ്ഞു കൂവി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ആശ്വസിപ്പിച്ചോണ്ട് ശ്രീജി. എന്റെ അമ്മ ഇങ്ങനെ കരയാതെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നീ കേട്ടതല്ലേ വിനയം വന്ന് പറഞ്ഞത്, കാപ്പ ചുമത്തി അകത്തേക്ക് പോയിരിക്കുന്നത്. ഇനി അവന് ജാമ്യം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. എന്ത് ചെയ്യുമെന്നും എനിക്കറിയാം. കാപ്പ ചുമത്തെന്നൊക്കെ പറയുന്ന ജയിലിലേക്ക് അയക്കുമെന്ന് ഉറപ്പല്ലേ? ഒന്നും സംഭവിക്കില്ല എന്ന് അമ്പലത്തിലെ തിരുമേനി പറഞ്ഞതല്ലേ അമ്മേ? പിന്നെ പൂജാരിയാണല്ലോ കോടതിയിലിരിക്കുന്നത് എന്ന് ചോദിച്ചു പരിഹസിച്ചോണ്ടാണ് നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. ഇതുകൂടെ കേട്ടപ്പോഴത്തേനും കമലയ്ക്ക് ആകെ സങ്കടമായി. അപ്പൊ എല്ലാവരും നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗൈൻ.